ഇന്നേ കുറച്ച് വ്യത്യസ്ത ഇനം ചീരകൾ കാണിച്ചു തരാം. അപ്പൊ ഇന്നത്തെ ഉപ്പേരിക്ക് നമുക്ക് ഇതെല്ലാം കുറച്ച് മുറിച്ചെടുക്കണം കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉപ്പേരി വെക്കുന്നത്. നമുക്ക് ഓരോ ചീരയും കാണാം. അപ്പൊ അത് ആദ്യം തന്നെ ഇതുണ്ടല്ലേ നമ്മളെ പച്ചച്ചീര. ഇതാണ് നമ്മൾ കൂടുതലും കൃഷി ചെയ്യുന്നത്. പച്ചയും അതുപോലെ ഇതിന്റെ ചുവപ്പും ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങോട്ട് പോകാൻ ഇവിടെ നമ്മളെ അസോളയുടെ ചെറിയൊരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലെങ്ങനെ പോയിട്ട് ഓരോന്ന് കാണിച്ചത്. ഇത് കുറച്ച് ഗ്രോ ബാഗിലും നിലത്തൊക്കെ ആയിട്ട് നട്ടതാണ്. ഇത് കണ്ടില്ലേ പച്ചച്ചീര ചട്ടിയിൽ നട്ടത്. ഈ ഒരു സമയത്ത് ഭയങ്കര പുഴുക്കാടാട്ടോ. ചീരക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് അത് പച്ചച്ചീര വേഗം നുള്ളി കൊടുത്തില്ലെങ്കിൽ ഇല്ല ഇതുപോലെ ഇലയ്ക്കൊക്കെ ഇലപ്പുള്ളി രോഗം കൂടുതലാണ്. പിന്നെ ഹോള് വീഴുന്നുണ്ട് ഇതുപോലെ. ഇതൊക്കെ പുഴു ഇങ്ങനെ തിന്നുന്ന കേട്ടോ. പിന്നെ ഇതാ അതിൻ്റെ തന്നെ ചോപ്പ്. ഈ രണ്ട് ചീരയാണ് ഞങ്ങൾ കൂടുതലും ചെയ്യുന്നത്. പച്ച അതിൻ്റെ ചോപ്പ് കേട്ടോ. ചോപ്പ് എന്ന് പറഞ്ഞാൽ ബ്ലാത്താങ്കര ചീര പോലെ കടുത്ത ചോപ്പല്ല, ഒരു ലൈറ്റ് ചോപ്പ്. ഇതാണ് ഇവിടെ ഡിമാൻഡ് കൂടുതലുള്ളത്. ഇനി അടുത്ത ഐറ്റം ഇതാ പാൽച്ചീര. നല്ല ഭംഗി അത് കാണാൻ. ഇതിങ്ങനെ കാണിച്ചിരുന്നത് ഇതിൻ്റെ ഇല പച്ചയായിരിക്കും. പക്ഷേ തണ്ട് നല്ല വൈറ്റ് തണ്ടാണ്, വെള്ള തണ്ട്. നല്ല ഭംഗി അത് കാണാൻ. പാൽച്ചീര കേട്ടോ ആണില്ലേ, നല്ല സൂപ്പർ ചീരയാണ് ഇത്. ഞങ്ങൾ അതിലുള്ള വേറൊരു വെറൈറ്റി, അതായത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ചീര അല്ലാതെ ഞങ്ങൾ ചെയ്യുന്നൊരു ചീരയാണ് ഇപ്പോൾ പാൽച്ചീര. വേറെ ഒന്ന് വ്ളാത്താങ്കര ചീര. ഇതിനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ട്രെൻഡായി നിൽക്കുന്ന ഒരു ചീരയാണ് വ്ളാത്താങ്കര ചീര. പക്ഷെ ഇവിടെ നമുക്ക് വ്ളാത്താങ്കര ചീരയെക്കാട്ടിയും പോകുന്നത് ഈ ചോപ്പാട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ അധികം വ്ളാത്താങ്കര ചെയ്യാത്തത്. എന്നാലും നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഇപ്പോൾ വ്ളാത്താങ്കരയും ചെയ്യുന്നുണ്ട്. നല്ല റെഡ് നിറത്തിലാണ് തണ്ടും ഇലയൊക്കെ, നല്ല റെഡ്, നല്ല വലിപ്പമുള്ള ഇല കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്ന അടുത്ത ചീര കാണിച്ചുതരാം. ഇതാ കണ്ടാൽ നമ്മളെ ഇതാ പച്ചച്ചീര പോലെ തന്നെ, പക്ഷെ തണ്ട് കാണണം. ഇത് പച്ചച്ചീരയ്ക്ക് പച്ച തണ്ട് തന്നെയാണ്. ഇതിന് കണ്ടോ തണ്ടിൻ്റെ നിറം ഒരു ചുവപ്പ് കലർന്ന തണ്ട്, എന്നാലും കുറച്ച് പച്ചയുണ്ട്. ഇതാ പിന്നെ ഇലയ്ക്കും അത്ര കടുപ്പുള്ള പച്ചയല്ല. ഇതാ രണ്ടിൻ്റെ ഇല നോക്ക്, ചെറിയൊരു വ്യത്യാസം കാണാം. ഇതൊക്കെ അടുത്ത് നിന്നാലേ കാണുള്ളൂ. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരേ ചീര പോലെ ഉണ്ടാവും. ഓരോ വെറൈറ്റി ആയിട്ട് നമ്മൾ കാണിക്കുമ്പോൾ അടുത്ത വെറൈറ്റി ആണിത്. ഇനി നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ഇതാ സംഭവം പച്ചച്ചീരിയല്ല, ചോപ്പ് ചീരിയല്ല, ഒരു ലൈറ്റ് ചോപ്പ്. നമ്മൾ ആദ്യം കാണിച്ച ചോപ്പ് ചീരനെക്കാട്ടി കുറച്ച് ലൈറ്റ് ആയിട്ട്. ഇതിന് തണ്ടും ചോപ്പാട്ടോ. ഇവിടെ ഇതാ വ്ളാത്താങ്കര ഒരു ചീരണ്ട്. പിന്നുള്ളൊരു വെറൈറ്റി അത് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാം. അത് നിലത്ത് നട്ടതാണ്, മയിൽപ്പീലി ചീര. ഞാൻ ഉള്ളിലോട്ട് പോട്ടെ. ഇത് നടക്കാൻ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ, നമ്മളെല്ലാം അടുപ്പിച്ച് നട്ടതുകൊണ്ട്. ഇതാ മയിൽപ്പീലി ചീര. കറക്റ്റ് നമ്മളെ മയിൽപ്പീലിയുടെ കണ്ണ് എന്നൊക്കെ പറയില്ലേ, അതിന് കണ്ണ് പോലെ ഉണ്ട് ഉള്ളിൽ. ഇത് നല്ല അടിപൊളി ചീരയാണ്. പക്ഷെ ഇതൊക്കെ പെട്ടെന്ന് പൂക്കുന്നുണ്ട് കേട്ടോ. നുള്ളി കൊടുത്തില്ലേ വേഗം പൂവാകുന്നുണ്ട്. ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പച്ചച്ചീരയും ചുവപ്പ് ചീരയൊക്കെ പടുമുളയായിട്ടാണ്. നമ്മൾ എന്ത് കൃഷി ചെയ്താലും അതിൻ്റെ ഇടയ്ക്ക് പടുമുളയായിട്ട് ഉണ്ടാവില്ല. ഇത് പിന്നെ നമ്മൾ കുറച്ച് സ്ഥലത്ത് വീടിനോട് ചേർന്ന് എല്ലാ വെറൈറ്റിയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് നട്ടതാണ്. അപ്പം ഇതിന് കുറേ നമുക്ക് വിത്ത് എടുക്കാനൊക്കെ ഉണ്ട്. നമ്മളെടുത്ത് ഇല്ലാത്ത ഇനത്തിൻ്റെ ഒക്കെ വിത്ത് ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒക്കെ വിത്തുകൾ നമുക്ക് എടുത്തു വെക്കണം. അതിൽ നമ്മൾ പച്ചയുടെയും ചോപ്പിൻ്റെയും മാത്രമേ എടുക്കാത്തുള്ളൂ. ബാക്കി എല്ലാത്തിനും വിത്ത് നമുക്ക് ഞങ്ങൾ ഇതുപോലെ ഓരോ സ്ഥലത്ത് നിന്ന് കൊടുന്ന് പാവി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് എടുത്തു വെക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഇത് കണ്ടോ, ചിലതിൻ്റെ ഒക്കെ പേര് നമുക്കറിയാം. അതായത് നമുക്ക് പാൽച്ചീര അറിയാം, മയിൽപ്പീലി ചീര അറിയാം, പിന്നെ വ്ളാത്താങ്കര അറിയാം. പിന്നെ ഞങ്ങൾ പച്ച ചോപ്പ് ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത്. നമുക്ക് അറിയാത്ത രണ്ട് ചീരകളാണ് നമ്മൾ ആദ്യം കാണിച്ചത് ഇത് കേട്ടോ. നമ്മൾ വ്ളാത്താങ്കര ചീരൻ്റെ അത്ര ചോപ്പുമല്ല, എന്നാൽ ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ചോപ്പിൻ്റെ പോലെ അല്ലാത്ത കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ചോപ്പും ചോപ്പ് തണ്ടു കേട്ടോ. ഞങ്ങൾ ഇവിടെ ഉള്ള ചോപ്പ് ചീരയുടെ തണ്ട് പച്ചയാണ്. ഇത് കണ്ടില്ലേ, ഇത് തണ്ടും ചോപ്പാണ്, ഇല അത്രയ്ക്ക് ചോപ്പില്ല. അപ്പം ഇതിൻ്റെ പേര് അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു ചീര ഇത് കണ്ടാൽ ഞങ്ങൾ പച്ച ചീര പോലെ തന്നെ, പക്ഷെ തണ്ട് കണ്ടില്ലേ, പച്ച തണ്ടല്ല, ചോപ്പും പച്ചയും കലർന്ന തണ്ട്. അപ്പോൾ ഈ രണ്ട് ഇനത്തിൻ്റെ പേര് ഞങ്ങൾക്ക് അറിയില്ല. നമ്മൾ കണ്ടപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വിത്തൊക്കെ, ഇത് ഉമ്മയാണ് കേട്ടോ അതിൻ്റെ വിത്തുകൾ എവിടുന്നേലൊക്കെ കണ്ടാലൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ട് അങ്ങനെ പാവി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം സംഭവം എല്ലാ വെറൈറ്റി ചീര ഉണ്ടെങ്കിലും രസമാണ്. നമ്മുടെ അടുത്ത് എല്ലാ ഐറ്റം ഉണ്ടാകുമ്പോൾ ആളുകൾ പലതും ചോദിച്ചു, മിക്സ് ചെയ്തൊക്കെ ഇങ്ങനെ കെട്ടാക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയാട്ടോ. എന്തായാലും നമുക്ക് മുറിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പം ഇനി നമുക്ക് ഓരോ ചീര ഇങ്ങനെ കുറച്ചിട്ടോ, നമ്മൾ ഉപ്പേരിക്കുള്ള മാത്രം മുറിക്കുന്നുള്ളൂ.
നമ്മൾ ഉപ്പേരിക്കുള്ളതായിട്ടോ ഇത്രയും ചീര ഉണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കാണിച്ചുകൊണ്ടേ നമ്മുടെ അടുത്ത് 7 ഐറ്റം ഉണ്ട്. അപ്പോൾ ഓരോന്നും വേറെ വേറെ തന്നെ നമുക്ക് ഈ മുറിച്ച ചീരന്ന് കാണിച്ചു തരാം. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ ഒരുമിച്ച് മുറിച്ചെടുത്തുകൊണ്ട് ഇവിടെ കൊണ്ട് നമ്മളെല്ലാം വേറെ വേറെ ആക്കി വെച്ചിട്ടുണ്ട്. ഓരോന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ പച്ചച്ചീര. ഞങ്ങൾ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് ഈ പച്ചച്ചീരയാണ്. അപ്പോൾ ഇതായൊന്ന്. പിന്നെ അടുത്തത് പച്ചയുടെ തന്നെ ചോപ്പ്. കണ്ടില്ലേ, ഈ 2 ഐറ്റമായിട്ട് ഞങ്ങൾ കൂടുതലും കൃഷി ചെയ്യുന്നത്. ഇവിടെ കേട്ടെ. ഇനി അടുത്തത് പാൽച്ചീര. പാൽച്ചീര എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ തണ്ട് കണ്ടില്ലേ, നല്ല വെള്ള നിറത്തിലുള്ള തണ്ടാണ്. ഇലയൊക്കെ പച്ചയാണ്, പക്ഷെ നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണാൻ കേട്ടോ. അതാണ് പാൽച്ചീര. ഇനി അടുത്തത് വ്ളാത്താങ്കര ചീര. ഇത് നല്ല കടും ചോപ്പ്, നമ്മൾ എല്ലാവരും കണ്ടൊരു ചീരയാണ് വ്ളാത്താങ്കര ചീര. നല്ല തണ്ടും ചോപ്പ്, ഇലയും ചോപ്പ്, നല്ല എളുപ്പമുള്ള ഇലയാണ്. ഇനി അടുത്തത് മയിൽപ്പീലി ചീര. കണ്ടില്ലേ, കറക്റ്റ് മയിൽപ്പീലിയുടെ കണ്ണ് എന്നൊക്കെ അറിയില്ല, അതിൻ്റെ സെൻട്രലിൽ വരുന്ന കണ്ണ് കണ്ടോ കറക്റ്റ്. അതുകൊണ്ടാണ് ഇതിന് മയിൽപ്പീലി ചീര അറിയുന്നത്. ഇതൊക്കെ നല്ലൊരു പൂച്ചെടി പോലെ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ നമുക്ക് പേരറിയാത്ത ഇനം നമ്മൾ പറഞ്ഞല്ലോ, കമൻറ്റ് ചെയ്യുക അതിൻ്റെ പേര്. ഇത് വ്ളാത്താങ്കര ചീരയുടെ അത്ര ചോപ്പല്ല, ഞങ്ങളെ സാധാ ചോപ്പ് ചീരയുടെ ചോപ്പല്ല, അതിൽ ലൈറ്റ് ചോപ്പായിട്ട് തണ്ടും ചോപ്പാണ്. അത് ഞാൻ വേറെ തന്നെ കാണിച്ചിരുന്നതാ. നമ്മളടുത്തുള്ള ചോപ്പിൻ്റെ തണ്ട് കണ്ടില്ലേ, കുറച്ച് പച്ച തണ്ടാണ്. ഇത് കണ്ടോ, ഇത് ചോപ്പ് തണ്ടാണ്. പക്ഷെ വ്ളാത്താങ്കര ചീരയുടെ അത്ര ഒന്നും നിറയില്ല. അപ്പോൾ ഇതിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ, ഈ ചീര. പിന്നെ അടുത്തത് പച്ച ചീരയാണ്, പക്ഷെ തണ്ട് കണ്ടില്ലേ, ഒരു ചോപ്പ് കലർന്ന തണ്ട്, എന്നാലും പച്ചയുണ്ട് കേട്ടോ തണ്ടിൽ. ഇതിൻ്റെ ഇലയും സാധാ പച്ചച്ചീര എടുത്ത് കാണിക്കുകയാണെങ്കിൽ ഇതുണ്ടല്ലേ, കുറച്ചുകൂടെ പച്ചപ്പ് കൂടുതലാണ്. ഇതിന് പച്ചപ്പ് കുറച്ച് കുറവ്, ലൈറ്റ് ഒരു പച്ചപ്പാണ്. അപ്പം ഇത്രയും ഐറ്റം നമ്മളടുത്ത് 7 ഐറ്റം ചീര ഉണ്ട്. ഇതുണ്ടല്ലേ, എല്ലാം കൂടെ കൂട്ടിയപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. 7 ഐറ്റം ചീര ഇപ്പം നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഇനി നമ്മളടുത്ത് ഇല്ലാത്ത കുറേ വെറൈറ്റികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ ഇനി ഇല്ലാത്ത ഐറ്റംസ് ഒക്കെ ഞങ്ങൾക്കൊന്ന് കൊറിയർ ചെയ്ത് തരാം. നമുക്ക് കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി ഏതൊക്കെ ഐറ്റം ഉണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളത് എന്തായാലും ഞങ്ങളൊക്കെ വിത്താക്കി വെക്കുന്നുണ്ട്. എല്ലാവർക്കും വിത്ത് തരാൻ നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമ്മളടുത്ത് ഇഷ്ടംപോലെ വിത്താവും. നമ്മൾ ചീരയൊക്കെ നമുക്ക് പെട്ടെന്ന് കൂടുതൽ വിത്താക്കി എടുത്താൽ എല്ലാവർക്കും കൊടുക്കാനും കാര്യങ്ങളൊക്കെ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ വേറെ നട്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ നല്ല ഭംഗിയല്ലേ കാണാൻ. ഇത്രയുണ്ട്. ചീരക്ക് ഉപ്പേരി വെച്ചാൽ എന്തായാലും കുറയും. അപ്പോൾ ഇത്രയും എടുത്താലും നമുക്കൊരു ഉപ്പേരിക്കുള്ളതൊക്കെ ആവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഒരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട്. നല്ല സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാനൊക്കെ കൃഷിയിൽ വന്നത് മുതലേ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വയനാട്ടിലൊക്കെ ഒരു കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്ററെ കിട്ടണമെന്ന്, നമ്മുടെ വയനാട്ടിൽ നിന്ന് ഒരു മന്ത്രി കിട്ടണമെന്ന്. അത് പ്രത്യേകിച്ച് കൃഷി വകുപ്പ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല സന്തോഷമുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ നിയോജക മണ്ഡലം MLA ടി സിദ്ദീഖ് സാർ തന്നെയാണ് നമ്മളെ മൃഗസംരക്ഷണ വകുപ്പ് കൃഷി വകുപ്പ് മന്ത്രിയായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ സന്തോഷം. എന്ന് വെച്ചാൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് നല്ല നമ്മളെ കർഷകർക്ക് ചെയ്യാൻ കഴിയുന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം കൂടെ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. നമ്മളൊരു പാർട്ടിയോ രാഷ്ട്രീയം ഒന്നും നോക്കിയിട്ടില്ല. സിദ്ദീഖ് സാർ നല്ല വ്യക്തിയാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ കർഷകർക്ക് വേണ്ടി കർഷകരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് ചെയ്യാൻ കഴിയുന്നുള്ള പ്രതീക്ഷയുണ്ട്. എന്തായാലും സാറിന് സാധിക്കട്ടെ. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ നിർത്തണം. ബൈ ബൈ.